ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ടി ഫാമിലിയെ കുറിച്ച് തന്നെയാണ്. അവരുടെ എന്താ പറയുക, രണ്ടാമത്തെ കുഞ്ഞ് ഭൂമിയിലേക്ക് എത്തിയില്ല. കാരണം അവരുടെ കൈകളിലേക്ക് എത്തിയത് ജീവനറ്റ ശരീരമായിട്ടാണ്. അപ്പോൾ എന്തുമാത്രം വേദന അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ അവർ തന്നെയാണ് അവരുടെ ഈ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആവാൻ കാരണം. ഇവരുടെ കമൻസും ഇവരുടെ വീഡിയോയും തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെക്കുറിച്ച് നെഗറ്റീവായി പറയുന്നത്, നിങ്ങൾക്ക് കുഞ്ഞ് മരിച്ചിട്ടൊരു സങ്കടവുമില്ല, നിങ്ങൾ അത് കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ഇത്ര ദാരിദ്ര്യം പിടിച്ച് അല്ലെങ്കിൽ ആക്രാന്തം കാണിച്ചിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുകയും വീഡിയോ ഇടുകയും ചെയ്യുന്നത് വളരെ ലജ്ജാകരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ്. പക്ഷേ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും വേറൊരാളാണ്. അതൊന്നും ആരും നോക്കില്ല. എഡിറ്റിംഗ് ഒന്നും ആരും നോക്കില്ല. പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്നത് ഒരു വീഡിയോൻ്റെ ഒരു ഇത് മാത്രമേ എല്ലാവരും നോക്കുള്ളൂ. അല്ലാണ്ട് കമൻസ് ഒന്നും ആരും വായിക്കാൻ വരില്ല. ചില ആളുകൾ മാത്രമേ കമൻസ് വായിക്കാൻ എത്തുള്ളൂ. അല്ലാത്ത ആളുകൾ ആ വീഡിയോ എന്താണെന്ന് നോക്കി കാണുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത ഓരോ മണ്ടത്തരങ്ങൾ കുഞ്ഞിനെ പിന്നെ എന്താ പറയുക, നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ജീവൻ ഇല്ലാതെയാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ സങ്കടത്തോടെ പറയുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്കും വല്ലാത്ത വിഷമം തോന്നി. ആ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുഞ്ഞിനെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ അവിടെ സ്വർഗത്തിലിരുന്ന് നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും. പക്ഷേ ആ കുഞ്ഞിന് ഇത്രയേ ഉള്ളൂ വിധി. എന്തായാലും തമ്പുരാനെ നമ്മൾ ഒരിക്കലും പഴിക്കാനും പാടില്ല. നിങ്ങളിങ്ങനൊരു ഹെഡിങ് കൊടുത്തിരുന്നു, അള്ളാഹു തന്ന സമ്മാനം അള്ളാഹു തന്നെ തിരിച്ചെടുത്തു എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ കമൻസ് ഹെഡിങ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പുണ്യ റമദാൻ മാസത്തിൽ പുണ്യമാക്കപ്പെട്ട ഈ ഒരു ദിവസം എന്താ പറയുക, ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായെങ്കിൽ എന്തായാലും അത് പൊന്നു തമ്പുരാൻ്റെ കൈകളിൽ തന്നെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ കുഞ്ഞിനെ അവിടെ നോക്കുന്നുണ്ടാവും. ആ ഒരു അതായത് ദൈവത്തിൻ്റെ ആ ഒരു ലോകത്ത് ആ കുഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നതും വിഷമമില്ലാതിരിക്കില്ല. പക്ഷേ വിഷമം നിങ്ങൾ പ്രകടിപ്പിച്ച രീതി എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിൻ്റെ രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് പോലെ തോന്നി എന്നതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കും അങ്ങനെ തോന്നി, പെട്ടെന്ന് ഫീലായി. എന്താണ് ഇവരിങ്ങനെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓവറാക്കി കാണിച്ചതെന്ന് ഞാനും ചിന്തിച്ചു. പിന്നെയാണ് ആ കമൻസ് ഞാൻ വായിച്ചത്. എഡിറ്റ് ചെയ്തത് ഞാനാണെന്നും, അതായത് വേറൊരാളാണ് എഡിറ്റ് ചെയ്തതെന്നും ഈ വീഡിയോ എടുക്കാൻ എനിക്ക് തന്നെ സാധിച്ചില്ല. കാരണം അത് ഇവർ എന്താ പറയുക, ഷെഫി കരയുന്നത് കാരണം ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ വായിച്ചു. ഇല്ല എന്നല്ല, പക്ഷെ എന്നെപ്പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും. അപ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നെഗറ്റീവ് നമ്മൾ തന്നെയാണ് മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുപോലെ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞു മരിച്ചു എന്നുകൊണ്ട് പോസ്റ്റ് ഇട്ടത് വേണ്ടെന്നല്ല, പക്ഷേ അതിന് ഓരോ സന്ദർഭങ്ങളുണ്ട്, ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തിലായിരിക്കണം നമ്മളെല്ലാം പബ്ലിക്കിനോട് പറയേണ്ട സമയത്ത് നമ്മളെല്ലാവരോടും പറയണം. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം പറയണം. എല്ലാത്തിനൊരു സമയവും പരിധിയൊക്കെ ഇല്ലേ. പെട്ടെന്നൊരു മരിച്ചു പറയുമ്പോഴേക്കും അതൊരു കണ്ടൻ്റാക്കി എനിക്കിപ്പം തന്നെ ചൂട്ടുക്ക് ചൂടെ എനിക്ക് അറിയിക്കണം, എന്നാലേ എനിക്ക് വ്യൂസ് കിട്ടുള്ളൂ എന്നുള്ള മൈൻഡിലിട്ടു എന്നാണ് പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ പല അഭിപ്രായങ്ങൾ പറയുന്നത്. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ, ആ കുടുംബത്തിന് ധൈര്യം കിട്ടട്ടെ. ഷെഫിക്കും ഇത് താങ്ങാനാവില്ല എന്നറിയാം. എന്നാലും ഇതിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് റിക്കവറി ആയി വരണം. പഴയതുപോലെ വീഡിയോസൊക്കെ ഇടുക, ഇതുപോലെ പൊട്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്ര മാത്രമേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.